1 കിലോ വെളുത്തുള്ളിക്ക് 25 രൂപയാണ്. ഇത് നാട്ടിലെത്തുമ്പോഴോ 100 അതിലധികവും ആവുന്നു. മറ്റൊരു കാഴ്ച ഇതാണ്. വളരെ ഗുണനിലവാരമുള്ള ക്യാമറകളിൽ ഒരു ഫോട്ടോ എടുക്കുന്നതിന് 20 രൂപ. അങ്ങനെ എക്കോ പോയിന്റിലെ കാഴ്ചകൾ കണ്ട് നേരെ കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത്. 20 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഡാമിലേക്ക് പ്രവേശിച്ചു. ഡാമിനുള്ളിലേക്ക് വന്നപ്പോൾ ഒട്ടും തന്നെ സജീവമല്ലാതെ വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെയൊക്കെ കാണാൻ സാധിച്ചത്. എന്നാൽ ഡാമിനുള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഇരുവശത്തുമായി ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് സജീവമാണ്. ഡാമും പരിസരവും ബാക്ക്ഗ്രൗണ്ട് ആക്കി നല്ല ചിത്രങ്ങൾ എടുത്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെയും ഉദ്ദേശം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈഫൈ മുഖാന്തരം അവരുടെ ഫോണിലേക്ക് ചിത്രം പകർത്തി കൊടുക്കും. ഒരു ഫോട്ടോയ്ക്ക് ഈടാക്കുന്നത് വെറും 20 രൂപ മാത്രമാണ്. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്തിനേയും ബിസിനസ്സിലേക്ക് മാറ്റാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്. ഡാമിലെന്നല്ല, മൂന്നാർ തന്നെ എവിടെ നോക്കിയാലും ഒരുപാട് കുരങ്ങുകളെ ഇതുപോലെ കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ എത്ര പേർക്കറിയാം കുണ്ടള ഡാമിനുള്ളിൽ ഒരു റെയിൽവേ ട്രാക്കും അതിനോട് ചേർന്ന് ഒരു മാർക്കറ്റും ഉണ്ടായിരുന്നുള്ള കാര്യം? ഈ കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കുണ്ടള ഡാമിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാർക്കറ്റുകളായിരുന്നു. മൂന്നാറിലും വട്ടവടയിൽ നിന്നൊക്കെ പച്ചക്കറികൾ ഇവിടെയായിരുന്നു വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ സജീവമായ ഒരു റെയിൽവേ ട്രാക്കും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. എന്നാൽ കാലാനുസരണമുള്ള മാറ്റങ്ങളുടെ ഭാഗമായി ഡാമിലെ മാർക്കറ്റുകളൊക്കെ ഇല്ലാതായി. പകരം ഇന്നും വിനോദസഞ്ചാരികൾക്കായി ഇരുവശത്തും ചെറുകിട കടകളായി ചുരുങ്ങി. ഈ ഊരിലെ തന്നെ നാട്ടുകാരിയായ ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ മുഴുവനും പറഞ്ഞു തന്നത്. ഒന്ന് കണ്ണ് തെറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കുരങ്ങന്മാര് കയ്യിൽ എന്ത് കിട്ടിയാലും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് കച്ചവടക്കാരൊക്കെ കയ്യിൽ ഒരു വടി കരുതിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളും ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇന്നും പഴയ ആൾക്കാര് ഡാമിൽ കച്ചവടം നടത്തുന്നു. ഇതാണ് 1 കിലോ വെളുത്തുള്ളി 25 രൂപയ്ക്ക് നൽകുന്നത്. അത് വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് ഇവിടെ കൊണ്ട് വിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും ഡാമിലെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാമായിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ സമയത്തും മനസ്സിൽ മുഴുവനും പഴയ ഡാമിലെ മാർക്കറ്റിന്റെ കാര്യങ്ങളായിരുന്നു. ഒരു സമയത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ എന്ത് ജനങ്ങളായിരിക്കും ഈ ഒരു മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നത്? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തിരിച്ചു മടങ്ങുമ്പോൾ സുഹൃത്തുക്കളാവുമ്പോഴോ അതും ഒരു സന്തോഷം തന്നെയാണ്. ഇവിടെ നിന്ന് നേരെ വട്ടവടയിലേക്കാണ്. യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണ്.